ഉറ്റ ചങ്ങാതിയെ തേടി ഒരു മെല്ലിച്ച താടിക്കാരൻ ആരോടും പറയാതെ യാത്ര ആരംഭിക്കുന്നു. ആഗസ്റ്റ് മാസം 6-ാം തീയതി ബുധനാഴ്ച ഈശോയെ തേടി 33-ാം വയസ്സിൽ സ്വർഗയാത്രയ്ക്കിറങ്ങിയ സുരേഷ് അച്ഛനെക്കുറിച്ച് ജെയ്സൺ കുന്നേൽ MCBS അച്ഛൻ്റെ കുറിപ്പാണിത്. ഹൃദയത്തെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന കുറിപ്പ്. ദൈവമേ, ഈ മരണവും ഒരു രൂപാന്തരീകരണമായിരുന്നല്ലോ. ആഗസ്റ്റ് മാസം 6-ാം തീയതി ബുധനാഴ്ച ഈശോയുടെ രൂപാന്തരീകരണ തിരുനാളായിരുന്നു. ഇന്ത്യൻ സമയം രാത്രി 11:27. അന്നേ ദിവസം അവസാനിക്കാൻ 33 മിനിറ്റുകൾ മാത്രം. ഡൽഹിയിലെ അപ്പോളോ ആസ്പത്രിയിൽ മറ്റൊരു രൂപാന്തരീകരണം ആരംഭിക്കുകയായിരുന്നു. തൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ദൈവം കണ്ടെത്തുകയായിരുന്നു. ഉറ്റ ചങ്ങാതിയെ തേടി ഒരു മെല്ലിച്ച താടിക്കാരൻ ആരോടും പറയാതെ യാത്ര ആരംഭിക്കുന്നു. ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് നാട്ടിയ ഗോവണി വഴി സ്വസിദ്ധമായ പുഞ്ചിരി തൂകി ആ ചെറുപ്പക്കാരൻ നടന്നകന്നു. സൗമ്യം, ശാന്തം, സർവത്ര നിശബ്ദത. ഭൂമിയിൽ ദേവാലയം പണിയാൻ കൊതിച്ചിരുന്ന ഒരു 33-കാരനെ സ്വർഗീയ ദേവാലയത്തിലേക്ക് ദൈവപിതാവ് ആലിംഗനം ചെയ്തു സ്വീകരിക്കുന്നു. ഭൂമിയിലെ ദേവാലയ ചുമരുകളെ വർണ്ണദീപ്തിയാക്കിയ പ്രിയപ്പെട്ട സുരേഷ് അച്ഛനെ സ്വർഗീയ ചുമരുകൾക്ക് വർണ്ണപ്പകിട്ടേകാൻ ഈശോ തന്നെ ചുമതലപ്പെടുത്തുന്നു. പുഞ്ചിരി കൊണ്ട് ഭൂമിയിൽ അനേകർക്ക് സ്വർഗീയ ആനന്ദം സമ്മാനിക്കാൻ MCBSന്റെ പുഞ്ചിരി കുടുക്കയെ സ്വർഗം തിരിച്ചു ചോദിക്കുന്നു. സർവത്ര രൂപാന്തരീകരണം. 33-ൽ യാഗമായവന് ഈ മെല്ലിച്ച 33-കാരനോട് വല്ലാത്ത പ്രണയം. അവനിഷ്ടപ്പെട്ടാൽ വേറെ വഴിയൊന്നുമില്ലല്ലോ, എതിർവാക്ക് പറയാനാവില്ലല്ലോ. ഉറ്റവരുടെയും ഉടയവരുടെയും പ്രിയ സുരേഷ് അച്ഛൻ സ്വർഗത്തിലേക്ക് പറന്നകന്നു. ഒരു വാക്കുരിയാടാതെ സൗമ്യനായി ശാന്തമായി ആ വർണ്ണക്കിളി പറന്നകന്നു. ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ അഭിമാനമായ പ്രിയ പ്രേക്ഷിത, പ്രണാമം. സകലരെയും പുഞ്ചിരിപ്പിച്ച നിന്നെ നിറമിഴികളോടെയല്ലാതെ എങ്ങനെയാണ് പറഞ്ഞയക്കുന്നത്? ആരെയും കുറ്റം വിധിക്കാത്തവൻ, നന്മ കാണാൻ മാത്രം കാഴ്ചയുള്ളവൻ, അപരൻ്റെ കുറവിനെ തേടിപ്പോകാത്തവൻ, പ്രിയപ്പെട്ടവർക്കായി ഭക്ഷണമൊരുക്കി കാത്തിരിക്കുന്ന അമ്മ മനസ്സുള്ളവൻ, പാവപ്പെട്ടവർക്കിടയിൽ പാവമായവൻ, വക്രതയില്ലാത്ത നിഷ്കളങ്കൻ. ഈ ദിവസം സുരേഷ് അച്ഛനെ പഠിപ്പിച്ച ഒരച്ഛൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: കുത്തിയിരുന്ന് ആലോചിച്ചാൽ പോലും ആ മനുഷ്യനിൽ ഒരു കുറ്റം കണ്ടെത്താൻ കഴിയില്ലത്രേ. അത്രയ്ക്ക് സിമ്പിളായിരുന്നു പട്ടേട്ട്. പകിട്ടില്ലായിരുന്നു പട്ടേട്ടച്ഛൻ്റെ ജീവിതത്തിൽ. അതിനൊട്ടും ആ കൊച്ചൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. തിരശ്ശീലയ്ക്ക് പിന്നിൽ മാത്രം നിൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന കലാകാരനായിരുന്നു സുരേഷ് അച്ഛൻ. അല്ലെങ്കിലും മറ്റുള്ളവരെ വലിയവരാക്കാൻ സ്വയം ചെറുതാകാൻ വലിയ മനസ്സുള്ളവർക്കേ കഴിയൂ. രാത്രികളെ പകലുകളാക്കി വർണ്ണവിസ്മയം തീർത്ത സുരേഷ് അച്ഛനെപ്പറ്റി സതീർത്ഥ്യൻ വാതോരാതെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കൂട് ബിസ്ക്കറ്റിലും കട്ടൻ കാപ്പിയിലും പട്ടേട്ട് വിരിയിച്ച നിറച്ചാർത്തുകൾ അവർക്കെങ്ങനെ വിസ്മരിക്കാനാവും? അഹന്തയില്ലാത്ത കലാകാരനായിരുന്നു സുരേഷ്. അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ തെല്ലുപോലും വൈമനസ്യം ആ സ്വർഗഹൃദയത്തിനില്ലായിരുന്നു. അരുണാചൽ മിഷൻ എന്ന ചിന്ത മാത്രം തലയ്ക്ക് പിടിച്ചു നടന്ന പട്ടേട്ട് കുടുംബത്തിലെ കുഞ്ഞു മിഷണറിയെപ്പറ്റി അമ്മ മേരിക്കുട്ടി പറയുമ്പോൾ മിഴികൾ നിറയാത്തവരായി ആരുണ്ട്? തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. അമൂല്യമായ മരണത്തിലൂടെ അനശ്വരതയിലേക്ക് പറന്നുയർന്ന ദിവ്യകാരുണ്യത്തിൻ്റെ വെള്ളരിപ്രാവേ പ്രണാമം. ബാഷ്പാഞ്ജലികൾ.